ഇന്നത്തെ അല്ലൂസ് കിച്ചൻ സ്പെഷ്യൽ ഒരു അടിപൊളി നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു പായസമാണ്. ശർക്കര പായസം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു പാൽ പായസമാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ ഉണ്ടാക്കുന്ന വ്യത്യസ്തങ്ങളായ വിഭവങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. പായസം ഉണ്ടാക്കുന്നതിന് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് ഒരു ഉരുളിയാണ്. ഇപ്പം നമുക്ക് ഉരുളിയിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മളൊരു 1.5 ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് 1/2 കിലോ നുറുക്ക് ഗോതമ്പാണ്. അപ്പം അത് നമ്മൾ നന്നായിട്ട് കഴുകിയൊക്കെ ഞാനൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് നുറുക്ക് ഗോതമ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നുറുക്ക് ഗോതമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പാൽപ്പായസമാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇപ്പോൾ നുറുക്ക് ഗോതമ്പൊക്കെ കാണും. എന്താണെന്ന് വെച്ചാൽ ഓണക്കിറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പോൾ നിങ്ങൾ ഇത്തിരി വെറൈറ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ. ഇന്ന് പായസം ഉണ്ടാക്കുന്നതിന് 2 ലിറ്റർ പാലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ 1/2 ലിറ്റർ പാൽ ഞാൻ ആദ്യമേ എടുത്തായിരുന്നു. ഇത് 1.5 ലിറ്റർ പാലുണ്ട്. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ആ 1.5 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെക്കുക. അപ്പം നമുക്ക് പാലിന് നന്നായിട്ട് കട്ടി ഉണ്ടാകും. ഇപ്പം ഈ പാലിൽ കിടന്ന് വേണം നമ്മളുടെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇത് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ആദ്യം മാത്രം വെള്ളം ചേർക്കുക. അതിന് ശേഷം ആദ്യം നമ്മൾ ഒഴിക്കുന്ന പാലിനോടൊപ്പം മാത്രമേ വെള്ളം ചേർക്കാവുള്ളൂ. പിന്നീട് ഒഴിക്കുന്നതെല്ലാം പാല് ചേർത്ത് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. എന്നാൽ മാത്രമേ നമ്മളുടെ പായസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെള്ളം ഒഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളുടെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പാൽ ഒഴിച്ച് കൊടുത്ത് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് കുക്കറിൽ വേണമെങ്കിലും ഈ ഗോതമ്പ് വേവിച്ചെടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഉരുളിയിൽ പാലിൽ കിടന്ന് വേകുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ പെട്ടെന്ന് സമയമൊന്നും അത്ര ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ കുക്കറിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി ഗോതമ്പ്. ഞാനെപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മളുടെ ഗോതമ്പ് വെന്ത് വരുന്നുണ്ട്. ഞാനിതൊന്ന് മൂടി വെച്ചിട്ടുണ്ട്. അധികം നേരം മൂടി വെക്കണ്ട. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മളെടുത്തൊന്ന് മൂടി മാറ്റിയതിന് ശേഷം ഒന്ന് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പാലായതുകൊണ്ട്. ഇപ്പം നമ്മളുടെ ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, മധുരം നമ്മൾ ആദ്യമേ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾക്ക് വേകാനായിട്ട് ഭയങ്കര സമയം എടുക്കും. അപ്പോൾ എപ്പോഴും ഗോതമ്പാണെങ്കിലും സേമിയ ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ മധുരം ചേർത്ത് കൊടുക്കാവുള്ളൂ. ഇതിലേക്ക് നമ്മൾ 3/4 കിലോ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ബാക്കി ഇരിക്കുന്ന ബാലൻസ് പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മൾ ഇന്ന് 2 ലിറ്റർ പാലാണ് ആകെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഏലക്ക പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഏലക്ക ഒരു 7 ഏലക്ക ഞാൻ പഞ്ചസാരയായിട്ട് പൊടിച്ചതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയായിട്ട് ഏലക്ക പൊടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പം നെയ്യ് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കുക. ഞാനിന്ന് ഉപയോഗിക്കുന്നത് മിൽമയുടെ നെയ്യാണ്. പിന്നെ നമ്മൾ നുറുക്ക് ഗോതമ്പിന് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ലാസ്റ്റ് നമ്മൾ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് ചേർത്തില്ലെങ്കിലും പായസം വളരെ ടേസ്റ്റി ആയിരിക്കും. ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് നെയ്യിൽ വറുത്ത കശുവണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് വെച്ചിട്ടുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് അത് എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക്